ഇങ്ങനെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അവിടുത്തെ ഹൃദയത്തിന്റെ പദ്ധതികൾ തലമുറകളോളം നിലനിൽക്കുന്നു. അങ്ങനെ അവിടുന്ന് അവരുടെ മാനസങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ക്ഷാമത്തിൽ അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ അനുഗ്രഹീതരായവരെ, തിരുസഭ മാതാവ് ഇതേ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഈ ബലി സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഈ വർഷം ആഘോഷിക്കുന്നതിൽ ഏറെ പ്രസക്തിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണം ഏറെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മർഗരീത്ത മരിയ അലക്കൂക്കിന് വെളിപാടുകൾ നൽകിയപ്പോൾ തൻ്റെ തിരുഹൃദയ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈശോയുടെ തിരുഹൃദയം നൽകിയിട്ടുണ്ട്. ഏറെ പാരമ്പര്യമുള്ള സഭയുടെ വലിയൊരു ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിന് ഒരിക്കൽ കൂടെ പുനഃപ്രതിഷ്ഠിക്കാം. ഈ തിരുഹൃദയ തിരുനാൾ ദിവസം സാധിക്കുമെങ്കിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് കുടുംബങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ ഈശ്വര തിരുഹൃദയത്തിന് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറെ അനുഗ്രഹദായകമായ ഒരു കാര്യമായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിന് നിരക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അവയെല്ലാം പാടെ ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പണം യഥായോഗ്യം അർപ്പിക്കേണ്ടത് ദൈവസന്നിധിയിൽ ഈ ബലി സ്വീകാര്യമാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ അയോഗ്യതകളെ കുറിച്ച് ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി.
എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, സ്വരൂപൻ പിതാവോതൻ നിത്യമഹിമാവിൻ തേജസ് പാവനാത്മാവോതൻ നൈത്യത്തിൽ വാഴും
ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ അർഹരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ശ്രേഷ്ഠ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങൾ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ വചനം. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയും ആണ്. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരവിലയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു.
ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷയ്ക്കായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവരിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കാൻ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവഴുത്താകെ തിരുഹൃദയ തിരുനാളിൻ്റെ മുഖ്യ കാർമ്മികൻ സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ കോളേജ് അച്ഛൻ, പ്രിയമുള്ള ഡീക്കൻ ഷാമി, ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ത്യാഗപൂർവം പ്രസിഡന്റുമാരായി മുന്നോട്ട് വന്നു. ഇന്ന് സ്വന്തം ഭവനത്തിലെ തിരുഹൃദയ പ്രതിഷ്ഠയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ തിരുനാളിൽ പങ്കെടുക്കുന്നു. സ്നേഹം നിറഞ്ഞ പ്രസിഡന്റുമാരായ അമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
അനുഗ്രഹത്തിൻ്റെ കരമുയർത്തി പിടിച്ച് മറുകരം കൊണ്ട് തിരുമുറിവുള്ള ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹപൂർവം സമർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആരവങ്ങളില്ലാത്ത ഈ തിരുനാളിൻ്റെ ആത്മ അഭിഷേകമുള്ള ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. ഈ വിശുദ്ധാൽത്താരയിൽ വചന സന്ദേശം നൽകുമ്പോൾ ഉള്ള നിറയെ പാരമ്പര്യ സഭയുടെ ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. ഈശോയുടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട പാരമ്പര്യ സഭയുടെ മനോഹരമായ പ്രാർത്ഥന ഇങ്ങനെ: ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കണം. ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അതെങ്കിൽ വലിയൊരു ആത്മാർത്ഥതയുടെ പരിശ്രമം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. ഈ ലോകവും ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മുടെ ജീവിതത്തെ ഒന്ന് അനുരൂപമാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ വെറുതെ ഒരു വാചകമടി പ്രാർത്ഥന മാത്രമായാൽ അത് യാഥാർത്ഥ്യമാകില്ല എന്ന് നമുക്കറിയാം. എൻ്റെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനുരൂപമാക്കി മാറ്റുവാൻ സാധിക്കണമെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ആയിത്തീരാൻ പരിശ്രമിക്കും. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് കാൽവരിയുടെ ഉച്ചിയിൽ അനന്തമായ ആകാശത്തിനും വിശാലമായ ഭൂമിക്ക് മധ്യേ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് സ്വർഗത്തിലും ഭൂമിയിലും ഇടമില്ലാത്തവനെ പോലെ തികച്ചും ദരിദ്രനായി പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് നിന്ദിച്ചുകൊണ്ടിരുന്ന അന്ധനായിരുന്ന മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഉപയോഗിച്ച് കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് അവസാനത്തുള്ള രക്തവും ജലവും വാർന്നൊഴുകിപ്പോയപ്പോൾ ചത്തൊടുങ്ങിയ ഒരു ഹൃദയമായിരുന്നില്ല ഈശോയുടെ ഹൃദയമെന്ന് നമ്മൾ തിരിച്ചറിയും. അതോടൊപ്പം തന്നെ അരിമത്ഥ്യക്കാരൻ ജോസഫിന്റെ കടമെടുത്ത കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടപ്പോൾ 6 അടി മണ്ണിൽ അഴിഞ്ഞു ചേർന്നു പോയ മരിച്ചുപോയ ഈശോയുടെ ഹൃദയമായിരുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ഹൃദയം എന്നുകൂടെ നമ്മൾ തിരിച്ചറിയും. മറിച്ച് അത് ജീവനുള്ള ഹൃദയം, ജീവനുള്ള ഹൃദയം, മരിക്കാത്ത ഹൃദയം. ആ ജീവനുള്ള ഹൃദയത്തിന് മുൻപിലാണ് ഈ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ പാരമ്പര്യ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുക: എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കി അങ്ങ് മാറ്റിത്തരണം എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു ഹൃദയമാക്കി മാറ്റിത്തരണമേ. മരിച്ചുപോയ മരവിച്ചുപോയ ഒരു ഹൃദയത്തിന്റെ ഉടമയാക്കാതെ എൻ്റെ തമ്പുരാനെ നിന്നെപ്പോലെ സ്നേഹത്തിന്റെ ജ്വാലയുള്ള അപരന്റെ കുരിശെടുക്കുന്ന, അപരന് വേണ്ടി ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് നൽകുന്ന, മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റിത്തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അകത്തലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഈ 4 സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള അധ്വാനം നമ്മിൽ നിന്ന് ആവശ്യമാണ്. ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ ചത്തൊടുങ്ങാത്ത ജീവനുള്ള ഒരു തിരുഹൃദയമാണ് ഈശോയുടെയെങ്കിൽ
ചരിത്രത്തിന്റെ മുൻപിൽ ഈശോ ഇന്നും ജീവിക്കുന്നവനായി നിലനിൽക്കുന്നുവെങ്കിൽ ആ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ സ്പന്ദനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജീവിതത്തിന്റെ പരിവർത്തനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ തിരുഹൃദയത്തിരുന്നാൽ. പ്രത്യേകിച്ചും കൊറോണ വൈറസിന്റെ വല്ലാത്ത ദുർഘടം പിടിച്ച അന്തരീക്ഷത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഈശോയുടെ തിരുഹൃദയം നൽകുന്ന സന്ദേശം സ്നേഹവും പങ്കുവെക്കലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനിവാര്യതയാകണമെന്ന് ഈശോ നമ്മിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത 2-3 വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുമ്പോൾ ഒരു സ്നേഹാഗ്നി ചൂള പോലെ ഈശോയുടെ തിരുഹൃദയം നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഊഷ്മാവുള്ള സ്നേഹം പുറത്തേക്ക് വരുന്നുണ്ട്. നിന്റെ ജീവിത പങ്കാളിക്ക്, നിന്റെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നിനക്ക് കൊടുക്കാൻ ഒരു ചൂടുള്ള സ്നേഹം നിന്റെ ജീവിതത്തിലുണ്ടോ? അതോ ഒരു മരവിച്ച സ്നേഹത്തിന്റെ ഉടമയാണ്, ഹൃദയത്തിന്റെ ഉടമയാണ് നീ എന്ന് കർത്താവ് തന്റെ വിരൽ നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു തിരുനാൾ ആഘോഷമാണ്. നമ്മൾ നമ്മോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു ദിനം. ജീവിതത്തിന്റെ വഴിയാത്രയിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ മരവിപ്പ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ മരവിപ്പിനെ മാറ്റി ഊഷ്മാവുള്ള ഒരു സ്നേഹത്തിന്റെ ഹൃദയമുള്ളതാക്കി മാറ്റി തീർക്കുവാനുള്ള ഒരു വെല്ലുവിളി കർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം, അവന് ചൂടേകുന്ന സ്നേഹം നിന്റെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ ഈ തിരുനാളാഘോഷം നിന്റെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറും. ഈശോ ചോദിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം, നിന്റെ ഹൃദയത്തിൽ ചൂടുള്ള സ്നേഹം, നിന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ചൂടുള്ള സ്നേഹം, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ചൂടുള്ള സ്നേഹം, നിന്റെ ജീവിത പങ്കാളിക്ക് നൽകുവാൻ തക്കമുള്ള ചൂടുള്ള സ്നേഹം, നിന്റെ അയൽവാസികൾക്ക് പകർന്നു കൊടുക്കാൻ ഒരു ചൂടുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? രണ്ടാമത്തേത് ഈശോ ചോദിക്കുന്നത്, ഈ തിരുഹൃദയത്തിരുന്നാളിൽ ചോദിക്കും, അവരന്റെ ജീവിതത്തിൽ കുരിശ് വഹിക്കാൻ ആ ചൂടുള്ള സ്നേഹത്തിലേക്ക് അവരന്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടേതാകട്ടെ, ഇല്ലായ്മകളുടേതാകട്ടെ, ബുദ്ധിമുട്ടുകളുടേതാകട്ടെ, ഒറ്റപ്പെടുത്തലുടേതാകട്ടെ, ഏതുമായിക്കൊള്ളട്ടെ ആ ഒരു കുരിശുകളെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചെടുത്ത് നിന്റെ സ്നേഹത്തിൽ നീ ഒന്ന് വിശുദ്ധീകരിച്ച് അവരന് ഒരു സന്തോഷം പകർന്നു കൊടുക്കാൻ തക്ക വിധത്തിൽ നിന്റെ ഹൃദയത്തെ വളർത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവരന്റെ ദുഃഖം ഏറ്റെടുക്കാൻ തക്ക വിധത്തിൽ, അവരന്റെ സങ്കടങ്ങളോട് സഹതപിക്കാനും ചേർന്ന് നിൽക്കാനും വേദനിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് നിരത്തുവാനുമുള്ള ഒരു ഹൃദയത്തിന്റെ അവസ്ഥ നിനക്കുണ്ടോ? ഇത് കർത്താവ് നമ്മളൊന്ന് ചോദിക്കുന്നു. മൂന്നാമതായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈശോ വിരൽ ചൂണ്ടി കാണിക്കുന്നു, ഒരു തിരുമുറിവ് ഈശോയുടെ ഹൃദയത്തിലുണ്ട്. അവന് വേണ്ടി ഏറ്റവും ഒരു മുറിവ്. നിന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു മുറിവ് അവരന് വേണ്ടി ഏറ്റെടുക്കാൻ, അവരന് വേണ്ടി ഒരു സഹനം ഏറ്റെടുക്കാൻ നീ തയ്യാറാണ്. ഈശോയുടെ തിരുമുറിവ് എന്ന് പറയുന്നത് പാപികളായ, ബലഹീനരായ, കുറവുകളുള്ള എല്ലാ മനുഷ്യർക്കും ഈശോയുടെ തിരുഹൃദയത്തിന് അകത്തേക്ക് കയറി ചെന്ന് ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഒരു കവാടമായിട്ട് നിലനിൽക്കുക. ഏതാണ്ട് ഇതുപോലെ നിന്റെ ജീവിതത്തിൽ അവരനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഹൃദയത്തിൽ ഒരു കവാടം കാത്തു സൂക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട്. അതോ അടച്ചിട്ടൊരു ഹൃദയമാണോ നിന്റേത്? അവരന് കടന്നു വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ അടഞ്ഞുപോയൊരു ഹൃദയത്തിന്റെ ഉടമയാണോ നീ എന്ന് ഈശോ നമുക്ക് മുമ്പിൽ ചോദിച്ചു വെക്കുന്നു. നാലാമത്തേത്, ഈശോ നൽകുന്ന വലിയൊരു സന്ദേശം ഒരു സംരക്ഷണത്തിന്റെ ചോദ്യമാണ്. ഈശോ തന്റെ ഹൃദയത്തിലേക്ക് അവനോടുള്ള സ്നേഹത്തെ കാത്തു സൂക്ഷിക്കുന്ന, അവനെ കുരിശുകളെ ഏറ്റെടുക്കുന്ന, അവനെ തന്നെ പൂർണ്ണമായിട്ട് തന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഏറ്റെടുക്കുന്ന കവാടവുമായിട്ട് നിലനിന്നിട്ട് ആ ഹൃദയത്തിന് ചുറ്റും ഒരു മുൾമുടി വെച്ചിട്ട് നമ്മളോട് പറയും, നിന്റെ ജീവിതത്തിനും ഒരു മുള്ളുവേലി ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന് ഒരു മുള്ളുവേലി ആവശ്യമാണ്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾ, പൈശാചിക ശക്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിന് ചുറ്റും പാപത്തിന്റെ കടന്നുകയറ്റം വരാത്ത വിധത്തിൽ നീ ഒരു മുള്ളുവേലി കെട്ടി നിന്റെ ജീവിതത്തെ സംരക്ഷിക്കണം. ഒപ്പം നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ മക്കളുടെ, നിന്റെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന്റെ മുള്ളുവേലി കൂടെ നീ ഉറപ്പാക്കി കരുതിയിരിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ,
ഇങ്ങനെ 4 വിധത്തിലുള്ള സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് ഈശോയുടെ തിരുമാതിരിമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയം നിന്റെ തിരുഹൃദയത്തിന് അനുരൂപമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ 4 കൂടി ചേർത്തെഴുതുമ്പോൾ ഒറ്റ വാക്കിൽ അത് സമ്മേളിക്കുന്നുണ്ട്. സ്നേഹമെന്ന് പറയുന്ന ഒറ്റ വാക്ക്. ഈശോ പറയുന്നു, ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹമെന്ന് പറയുന്ന ഒറ്റ സന്ദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഈശോയുടെ രൂപം നമുക്കറിയാം. അന്ത്യത്താഴ വേളയിൽ തന്റെ ജീവിതത്തെ പങ്കുവെച്ച് നൽകുന്നതിന്റെ പെസഹ വിരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വക്ഷത്തിൽ ചാരിക്കെടുക്കുന്ന യോഹന്നാൻ ശ്ലീഹ ദൈവത്തിന് എഴുതി കൊടുത്ത നിർവചനമാണ് ദൈവം സ്നേഹം. ദൈവം സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് എന്റെ ഈശോയെ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തോട് അനുരൂപമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഈശോ നമ്മോട് പറയും, നിന്റെ ജീവിതത്തിന്റെ നിയമം സ്നേഹമായി മാറും. അവരുടെ ജീവിതത്തിന് നിനക്ക് കൊടുക്കുവാനുള്ള സമ്മാനം എന്ന് പറയുന്നത് സ്നേഹമായി മാറണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ അൾത്താരയ്ക്ക് മുൻപിൽ നമ്മളിങ്ങനെ ബലിയർപ്പിച്ച് നിൽക്കുമ്പോൾ ഈശോയ്ക്ക് പറയാനുള്ളത്, നീ ഒരു സ്നേഹമായി മാറുക. സ്നേഹത്തിന്റെ സാന്നിധ്യം കൊടുത്ത് സുഖം അനുഭവിക്കുന്നവനായി, സുഖം കൊടുക്കുന്നവനായി മാറണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈശോയുടെ ഈ സ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് തൊട്ടെടുത്തിട്ടുള്ളവരാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അൾത്താരയിൽ കർത്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഖത്തേക്ക് നോക്കി, സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ നമ്മോടൊത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാം. ഹൃദയം നിറയെ ആഹ്ലാദത്തോടുകൂടെ, സന്തോഷത്തിന്റെ നിറവോടുകൂടെ ആ തിരുഹൃദയത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മോട് ചേർത്ത് സന്തോഷത്തിന്റെ ആത്മീയതയുടെ ഒരു ഉണർവിന്റെ പുഞ്ചിരി നമുക്ക് പകർന്നു നൽകുന്നു ഈശോയെ നമുക്ക് കാണാനാണ്. സങ്കടപ്പെടുന്നവനോടൊത്ത് സങ്കടപ്പെടുന്ന, സന്തോഷിക്കുന്നവനോടൊത്ത് സന്തോഷിക്കുന്ന, വിശക്കുന്നവനോടൊത്ത് വിശപ്പ് അനുഭവിക്കുന്ന, പങ്കുവെക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ അൾത്താരയിൽ നമ്മൾ കാണുക എന്ന് ജീവിതത്തിലെ ഒരനുഭവം ഈശോയുടെ തിരുഹൃദയവുമായി ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ ജീവസുറ്റ ഒരു കൊച്ചനുഭവം മാത്രം പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയും, ഇന്ന് ജൂൺ മാസം 21-ാം തീയതി കത്തോലിക്ക സഭയോട് ചേർന്ന് നമ്മൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടുമ്പോൾ വെറും 13 ദിവസം മുൻപിൽ ജൂൺ മാസം 8, 9 തീയതികളിലായി കേട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ ഒരു ജീവിക്കുന്ന സ്നേഹത്തിന്റെ തിരുഹൃദയത്തിന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ഒരു കൊച്ചു സാക്ഷി. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മയ്ക്ക് ഒരു ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന അമ്മയെ കൂട്ടി മക്കൾ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ ചെന്ന് അമ്മയുടെ പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി, ഹൃദയമിടിപ്പ് വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ട് മരണത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന അമ്മ. തീവ്ര പരിപാലന റൂമിലേക്ക് അമ്മയെ അന്നവർ മാറ്റി. ഐസിയുവിലെ ചികിത്സ ആരംഭിക്കുമ്പോൾ ഡോക്ടർ തിരിച്ചറിഞ്ഞു, ഹൃദയമിടിപ്പ് വെറും 20 മാത്രമായി നിൽക്കും. മിനിറ്റിൽ 72 തവണ അടിക്കേണ്ട ഹൃദയത്തിന്റെ മിടിപ്പ് വെറും 20 പ്രാവശ്യമായിട്ട് ചുരുങ്ങി നിൽക്കുന്നു എന്ന് വെച്ചാൽ ഹൃദയം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. തീവ്ര പരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വലിയ പരിശ്രമത്തോടുകൂടെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും, അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, പൊട്ടാസ്യം ശരീരത്തിൽ വല്ലാതെ കയറിയിരിക്കുന്നു. രക്തത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ഏറിയാൽ 5.5 പൊട്ടാസ്യം.
എന്നാൽ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പൊട്ടാസ്യം 7.5 ഉയർന്നു നിൽക്കുക. സ്വാഭാവികമായിട്ടും കിഡ്നികളൊക്കെ പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കും. പ്രഷർ വല്ലാതെ ഉയർന്ന് 218 വരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഏതാണ്ട് മരണത്തിന്റെ കവാടത്തിൽ നിൽക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് ഈ ഡോക്ടർമാരൊക്കെ അമ്മയ്ക്ക് ചികിത്സ നൽകുക. ഒരു വേള ആശുപത്രിയുടെ ഈ ICUവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആശുപത്രിയുടെ ICUവിന്റെ വാതിക്കൽ നിൽക്കുന്ന മക്കളോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ പ്രാർത്ഥിക്കുക. അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് അമ്മ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഡോക്ടർ നീട്ടിക്കൊടുത്ത ആ ഒരു പേപ്പറിൽ മകൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ചങ്ക് വല്ലാതെ തകരുന്നുണ്ട്. കാരണം ICUവിൽ നിന്ന് ഇനി അമ്മ ജീവനോടുകൂടെ പുറത്തേക്ക് വരാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഡോക്ടർ മക്കളോട് 3 മക്കളോടായിട്ട് പ്രകാരം പറയുന്നു: നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ടാകുന്നത് ഞങ്ങൾ ചെയ്യും. കൂടെ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തു: നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. ഈ അവസരത്തിൽ വിറക്കുന്ന കൈകളോടുകൂടെ മകൻ ഈ പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ഡോക്ടർ ICUവിലേക്ക് കയറിപ്പോയി. ICUവിലേക്ക് കയറിപ്പോകുമ്പോൾ ഏകമകനും 2 സഹോദരിമാരും പുറത്തു നിന്ന് വല്ലാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സഹോദരി ഇങ്ങനെ പറയുന്നുണ്ട്: നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം. ഇത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാസമാണ്. നിന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഹൃദയത്തിന് ജീവൻ നൽകാൻ ഒരുപക്ഷെ ഈശോയുടെ തിരുഹൃദയത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അമ്മയ്ക്ക് വേണ്ടി ഈശോയുടെ തിരുഹൃദയം ഇനി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് 3 പേരും കൂടെ ഈ ICUവിന്റെ വാതിക്കൽ തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ ദേവാലയത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ 3 പേരും കൂടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് 4ാമത്തെ രഹസ്യം, തിരുഹൃദയ ജപമാലയുടെ 4ാമത്തെ രഹസ്യം എത്തിയപ്പോൾ ICUവിൽ നിന്ന് ഡോക്ടർ വീണ്ടും പുറത്തേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ മക്കൾ 3 പേരും വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം അമ്മയുടെ ഏതാണ്ട് ജീവിതം സമാപിച്ചു എന്ന് ഈ വാർത്ത പറയാനാണ് ഡോക്ടർ വരുന്നതെന്ന് അവർ കരുതി. എന്നാൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു: എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും സമയം വരും 20 വരെ ഇടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിൽ അമ്മയുടെ ഹൃദയം പെട്ടെന്ന് ഹൃദയമിടിപ്പ് 40ലേക്ക് കയറി. 72 ഇടിക്കേണ്ട ഹൃദയം 40ലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും തുടർന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഇതാണ്: ഇങ്ങനെ പെട്ടെന്ന് ഹൃദയമിടിപ്പ് ഉയർന്നാൽ അതുപോലെ തന്നെ ചിലപ്പോൾ താഴ്ന്നു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആ 3 മക്കളുടെയും പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു: ഈശോയെ, എൻ അമ്മയുടെ ഹൃദയത്തെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഇടിപ്പ് കൊണ്ട് ക്രമപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴേക്കും ഹൃദയരോഗിയായിരുന്ന അമ്മയ്ക്ക് കൃത്യം 72 ഹൃദയയിടിപ്പ് എത്തിച്ചേർന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു: ഇത് അത്ഭുതകരമാണ്. അത് മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, നിന്നുകൊണ്ടിരുന്ന ഹൃദയത്തിന്റെ ഈ പ്രവർത്തനരഹിതത്തിന്റെ ഫലമായിട്ട് നിന്നുപോയിക്കൊണ്ടിരുന്ന കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണ പോലെയായി. പ്രഷർ നോർമൽ കണ്ടീഷനിലേക്ക് ആകാൻ തുടങ്ങി. 7.5 ഉണ്ടായിരുന്ന പൊട്ടാസ്യം നേരം വെളുത്തപ്പോൾ 5.7 ആയിട്ട് കുറഞ്ഞു നിൽക്കുന്നത് എല്ലാം ക്രമവൽക്കരിക്കപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ അത്ഭുതം അവിടെ നടന്നു. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് ഒരു കെട്ടുകഥയല്ല. ജൂൺ മാസം 8-ാം തീയതി ഈ ICUവിലേക്ക് പ്രവേശിക്കപ്പെട്ട ജീവൻ കെട്ടുകൊണ്ടിരുന്ന അമ്മ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയുടെ കഥ. എൻ്റെ 2 സഹോദരിമാരും ഞാനും ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തെ വിളിച്ച് ICUവിന്റെ വാതിക്കൽ നിന്ന് ഈശോയോട് പറഞ്ഞത് ഒന്ന് മാത്രം: എൻ്റെ ഈശോയെ, എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ഈശോയുടെ തിരുഹൃദയം പ്രവർത്തിക്കണം. കരഞ്ഞു വിളിച്ചാൽ ഈശോ സമീപത്ത് വന്ന് സംരക്ഷണമേകും, സ്നേഹത്തിന്റെ ചൂടേകുമെന്ന് ജീവിതം കൊണ്ട് പഠിച്ചിട്ട് 13 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഏറ്റവും അടുത്ത വലിയ അനുഭവത്തിൽ.
അമ്മച്ചിയുടെ ഹൃദയം വീണ്ടും 72 ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിൻ്റെ വക്രത്തിൽ നിന്ന്, മുഖത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയം അമ്മച്ചിയെ രക്ഷിച്ച് ഇന്ന് അമ്മച്ചി വീട്ടിൽ സുഖമായിട്ട് നിൽക്കുന്നു. 6-ാം ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത, ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കി മാറ്റുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ചങ്കു തുറന്ന് വേദനയോടെ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാൽ ഉത്തരം നൽകുന്ന കർത്താവാണ് നമ്മുടെ അൾത്താരയിൽ നമുക്കുള്ളത്. നമുക്ക് ഈശോയെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനവധി നന്മകൾക്ക് പ്രത്യുത്തുക ഉപകാരമായി എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മാവുള്ള ഒരു ജീവിതമാക്കി മാറ്റണമേ. എൻ്റെ ഹൃദയം അവരുടെ കുരിശുകളെ ഏറ്റെടുക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അവരിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുള്ള ഒരു ഹൃദയമാക്കി മറ്റുള്ളവരെ സ്വീകരിക്കാൻ, ഹൃദയത്തിൻ്റെ വാതിലുകളൊന്ന് തുറന്നുവിട്ട് കൊടുക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുഹൃദയ തിരുനാളിൽ ഒപ്പം ഏൽപ്പിക്കപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ വേലികെട്ടാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി കൂടെ ഈ തിരുഹൃദയ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുമ്പോൾ തിരുനാൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അത് ദൈവത്തിലേക്ക് തിരിയുന്ന നാളുകളായി മാറും. തിരുനാൾ തിരിയേണ്ട നാളാണല്ലോ. ലോകത്തിന് അഭിമുഖമായി ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം നൽകുന്ന 4 സന്ദേശങ്ങളെയും ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കർത്താവിലേക്കൊന്ന് തിരിഞ്ഞ് നമുക്കും ജീവിതയാത്ര നടത്താം. ജീവിതത്തിൻ്റെ നിയമവും ഭാഷയും സ്നേഹമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ വിശ്വാസം ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമായ എല്ലാറ്റിലെയും സൃഷ്ടാവും സർവ്വശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവും ഏകനായ ദൈവപുത്രനും എല്ലായ്പ്പോഴും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരിൽ നിന്നും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തേക്കുകയും ചെയ്യുന്നു. ജീവിതവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ എഴുതപ്പെടും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും നിശ്ചിതവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയൊപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം ഏവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്തതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രത്യുദ്ധരിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും
നമ്മുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കുടുംബ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി ഓർക്കുക. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒരു ചെറുതാഴ്ച തിരുമുൻപിലർപ്പിക്കാം നൈവേദ്യമായി ഇതു സ്വീകരിക്കാം. ഒരു ചെറുതാഴ്ച അനുതാപ ചൂടുള്ള മിഴിനീരു ചെയ്യ
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ സർവ്വങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകണമേ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവും ആയിത്തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ കുദാശകൾ നിർഘണിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. തിരുനാമത്തിൽ
ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വഴി അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിനും എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ പൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം നമുക്കേറ്റുപാടാം.
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് എപ്പോഴും സുരക്ഷിതരായി തീരുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
ഈശോ അണയുന്ന നിമിഷം നാവിൽ ഈശോ അലിയുന്ന നിമിഷം ഹൃദയത്തിൽ ഈശോ വാഴുമീ നേരം ആരാധനീയം അവർണ്ണനീയം ആരാധനീയം അവർണ്ണനീയം തിരുവനന്തപുരയിലെ വന്ദിരായ വൈദികരെ, സ്നേഹബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരവങ്ങളില്ലാത്ത എന്നാൽ ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ പുതുചൈതന്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഊഷ്മാവുള്ള തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. ഇന്ന് ഈ വിശുദ്ധമായ തിരുനാളിൻ്റെ പുണ്യദിനത്തിൽ നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് പള്ളിപ്പറമ്പിൽ അച്ഛനാണ്. സെയിൻറ്റ് പോൾസ് കോളേജിലെ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്ന അദ്ദേഹം ഇന്ന് അതിരാവിലെ നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് തിരുഹൃദയ ഭക്തിയിലേക്കും സ്നേഹത്തിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തൊട്ടുണർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ ബലി അർപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സംഗീത മികവിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിപ്പ്, ഒരു തിരുഹൃദയ ഗാനം ലോകം മലയാളം കണ്ടത്. യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ തിരുഹൃദയ സ്തുതിപ്പിൻ്റെ ഗാനം 2 ദിവസങ്ങൾക്ക് ശേഷം തിരുഹൃദയ നടയിൽ അദ്ദേഹം ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തിരുഹൃദയ ബലി അർപ്പിക്കുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞ ജോസഫ് അച്ഛൻ, ഈശോയുടെ തിരുഹൃദയം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ അങ്ങ് പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട കോളിനച്ഛനും സ്നേഹബഹുമാനപ്പെട്ട ഡീക്കനും സ്നേഹത്തോടെ നന്ദി. ഇന്നലെ പറഞ്ഞതുപോലെ തിരുനാൾ ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലെങ്കിൽ പോലും തിരുനാളിനെ ഭക്തിസാന്ദ്രമാക്കാൻ ശ്രമിച്ച എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഗായക സംഘത്തിനും കൈക്കാരന്മാർക്കും ഇടവകയുടെ കേന്ദ്രസമിതിക്കും പാരിഷ് കൗൺസിലിനും എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഇടവകയിലെ എല്ലാവർക്കും വളരെ പ്രധാനമായ വിധത്തിൽ ഒരു വർഷം മുഴുവൻ ഹൃദയം നിറയെ വലിയ പ്രതീക്ഷയോടുകൂടെ തിരുനാളിൻ്റെ പൊലിമയുമായി ആഘോഷിക്കാൻ കാത്തുനിന്നവരാണ് 600ഓളം വരുന്ന നമ്മുടെ പ്രസിഡന്റ് അമ്മമാരും സഹോദരിമാരും. പ്രിയമുള്ള അമ്മമാരും പ്രസിഡന്റുമാരായിട്ടുള്ള സഹോദരിമാരെ,
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സമർപ്പിക്കുന്ന കുടുംബത്തെയും തീർച്ചയായും അടുത്ത വർഷം നമുക്ക് ഈ വർഷത്തുണ്ടായ എല്ലാ സങ്കീർണതകളും മാറി അടുത്ത വർഷം ഏറ്റവും ഭംഗിയായി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും അടുത്ത വർഷത്തെയും പ്രസിഡന്റുമാർ. നമുക്ക് ഭംഗിയായി തിരുനാൾ ആഘോഷിക്കാൻ ദൈവം വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും ആത്മീയ പിന്തുണ നൽകിയ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വളരെ സവിശേഷതകളുള്ള ഒരു തിരുനാളാണ് നമ്മുടേത് ഈ വർഷം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തിരുനാളിൻ്റെ ആശീർവാദത്തിന് ശേഷം പ്രദക്ഷിണം ആരംഭിക്കുന്നു. പ്രദക്ഷിണം നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ചുറ്റും പ്രതിനിധികൾ മാത്രം നമ്മൾ തിരുസ്വരൂപം സംഭവിച്ച് നടത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഈശോയുടെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ട് വീടിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം നടത്തുന്ന ദിവസമാണ്. ദേവാലയങ്ങളിലെ പ്രദക്ഷിണങ്ങളിൽ മാത്രം പങ്കെടുത്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ വീടിന് ചുറ്റും ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രദക്ഷിണം നമ്മൾ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രദക്ഷിണം നടത്താം. എല്ലാ വീട്ടിലെയും കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥർ ഈശോയുടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള തിരുഹൃദയ രൂപം സംഭവിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും വിശ്വാസത്തോടെ സ്തുതി കീർത്തനങ്ങൾ ദേവാലയത്തിൽ ലിറ്റനി ഗാനം ആലപിക്കുന്നതിനോട് ചേർന്ന് ആലപിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ അണിനിരക്കുക. നമ്മുടെ കുടുംബം ദേവാലയവും അനുഗ്രഹീതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും സവിശേഷമായ വിധത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മാധ്യമ സുഹൃത്തുക്കളെ ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനു വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്നേഹത്തിന്റെ ഈ കുദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണതയുള്ളവരാകട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടി. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ആമേൻ എന്ന് പ്രത്യുത്തരിക്കുകയും ചെയ്യാം. എല്ലാ സമാശ്വാസത്തിന്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തന്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തന്റെ അനുഗ്രഹത്തിന്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഈശോയുടെ ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തന്റെ സ്നേഹത്താൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോക ജീവിതം നയിക്കാനും സന്തോഷത്തോടെ ജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പ്രിയമുള്ളവരെ, പ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുന്നു. ഇടവകയെ മുഴുവൻ സ്പർശിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രദക്ഷിണത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഗായിക സംഘം ലിറ്റനി ഗാനം ആലപിക്കുന്നു.
നിൻ സോദരനീശൻ ക്രിസ്തു ശ്രീച്ചിടേ ഞങ്ങൾ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളിനേ ഞങ്ങൾ പ്രാർത്ഥനകൾ സ്വർഗസ്ഥ ദൈവതാ രക്ഷക ദൈവസുതാ ദൈവമാം ശുദ്ധരൂപി ത്രിത്വൈക ദൈവമേ നിത്യപിതാവിൻ കുമാരനായ ദൈവം
ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഞങ്ങളുടെ ശാന്തിയും യോജിപ്പുമായ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോകദോഷങ്ങൾ ദൂരിതമാക്കുന്ന ദൈവത്തിൻ ചെമ്മരിയാട്ടിൻകുട്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകദോഷങ്ങൾ ദൂരിതമാക്കുന്ന ദൈവത്തിൻ ചെമ്മരിയാട്ടിൻകുട്ടി ഞങ്ങളെ ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ പ്രിയത്തിന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേരിൽ അവിടുന്ന് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരയാഗത്തെയും കൃക്കൻ പാർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് സൗഖ്യവും ശാന്തിയും ആത്മീയവരങ്ങളും നൽകിയവരണമേ. നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നു. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കിപ്പോൾ സമാപന ഗാനം ആലപിക്കാം.
യേശുവിൻ തിരുഹൃദയമേ സ്നേഹസാഗരമേ യേശുവിൻ തിരുഹൃദയമേ സ്നേഹസാഗരമേ ആശ്രിതർക്കാരംഭമേ ആശിസരുളമേ ആശിസരുളമേ യേശുവിൻ തിരുഹൃദയമേ സ്നേഹസാഗരമേ തിരുവിലാപുരങ്ങളിൽ കരുണ ചൊരിയുന്നു തിരുവിലാപുരങ്ങളിൽ കരുണ ചൊരിയുന്നു അശരണക്കന്നരുളിലും അഭയസംഗീതം അശരണക്കന്നരുളിലും അഭയസംഗീതം യേശുവിൻ തിരുഹൃദയമേ